അതേ നല്ലവണ്ണം ദോശയും ചട്ടിയും ചമ്മന്തിയൊക്കെ കഴിച്ചോ. ഇനി എന്നാണ് അമ്മന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റാതെ അറിയില്ല. ഫ്ലോപ്പായി. ഇപ്പൊ തൽക്കാലം ഉണ്ണിയപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സമയം ഇങ്ങനെ കണ്ടപ്പോ ന്യൂസിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ചാടിയൊക്കെ ഞങ്ങൾ വലിയ കമ്പനിയൊന്നുമില്ല. സ്റ്റാർട്ടിങ് ചോദിച്ചു എന്താ അതിന്റെ പേര് ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതാ ഈ രൂപക്കൂട്ടിൽ നിൽക്കുന്ന ആള് ഇന്ന് മറ്റേ ഇന്റേൺഷിപ്പിന്. ഓ എന്താ നിപ്പ് കണ്ടാ തോന്നുന്നു നമുക്ക് ഭയങ്കര എന്നെ പിഴീനേന്റെ സങ്കടം കൊണ്ട് നിക്കാണെന്ന്. അതുകൊണ്ടാണ്. അല്ലാണ്ട് എന്റെ ഓക്കെ ഇത് പറഞ്ഞാട്ടാ തോന്നുന്നു. ഓ മമ്മന് വരീന് പാവ ഇന്നും ആർക്കും ഉറക്കമാണെന്ന് തോന്നുന്നു. നേരെ മറിച്ചിട്ട് അവിടെയാണ് സങ്കടം. അതെ അതെ, ശരിക്കും ഓളെ മനസ്സിൽ പൊട്ടുന്ന ലഡുവിന് ഓളി ഇപ്പൊ നിന്നാ പോരാ. അത് കൊയ്യും കൂടെ നിക്കുകയാണെങ്കിൽ ഒന്ന് കുളിച്ച് വൃത്തിയാക്കി ഓളെ മുഖത്ത് എനിക്കും കുറെ കാര്യങ്ങളൊക്കെ പൊരിയൊക്കെ ശരിയായി കൊടുക്കാറുണ്ട്, മറ്റേ മുഖമൊക്കെ ഒന്ന് വൃത്തിയായി കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇന്നുമോളിന്ന് എറണാകുളത്തേക്ക് ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഈ ഡ്രസ്സ് ഞാൻ മറ്റേ നമ്മളെ പരാഗില്ലേ, പരാഗിൽ നിന്ന് തുണി എടുത്തിട്ട് തയ്ച്ചതാണ് കേട്ടോ. ഏകദേശം 100 സംതിങ് എത്രയോ, കറക്റ്റ് വില ഓർമ്മയില്ല. നിങ്ങളെല്ലാവരും നമ്മൾ എന്താ പറയുക, എനിക്ക് ഡ്രസ്സില്ലേ, എന്താ നല്ല ഡ്രസ്സ് ഇടാത്തതെന്നൊക്കെ അല്ലേ കമൻറ്റ് കണ്ടിട്ട് എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അലമാരയിലേക്കുള്ള ഡ്രസ്സ് ഇങ്ങോട്ട് ഇടാനും അതൊരു മടിയാണ്, ഭയങ്കര മടിയാണ് എനിക്ക്. ഞാൻ സ്ഥിരം ഇടുന്ന മാക്സി, ടീഷർട്ട്, അമാതിരി സാധനങ്ങൾക്ക് നടക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം ഞാനിത് മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു ജോലിയാണല്ലോ. അപ്പം നമ്മളിതിൽ നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇടൽ എൻ്റെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞാൻ കുറച്ച് മറ്റേ എന്താ പറയുക, പരാഗിന് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇതുപോലത്തെ ഒരു മാക്സി ഡ്രസ്സ് അടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ അടിച്ചിട്ടുള്ള മാക്സി ഡ്രസ്സാണ് ഇത് കേട്ടോ. നല്ല സുഖമുണ്ട്, ഇടാൻ നല്ല സുഖമുണ്ട്. പിന്നെ നല്ല ഗ്ലൈസിങ് ഉണ്ട്. നല്ല ദൂരം തന്നെ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആർക്കും ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതുപോലത്തെ ഒരു ചുവപ്പുണ്ട്. ആ ചുവപ്പ് ഞാൻ തയ്ച്ചിട്ടില്ല. അത് ഈ രീതിയിലല്ല തയ്ക്കുന്നത്, അത് വേറെ രീതിയിൽ തയ്ക്കുന്നത്. ഞാൻ എൻ്റെ നെജി വന്നിരുന്നില്ലേ, അവർ വന്നിരുന്നപ്പോൾ എനിക്ക് അത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടും. അപ്പം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. നമുക്ക് വിശേഷങ്ങൾ കാണാം. ഇന്നുമോൾ ഇന്റേൺഷിപ്പിന് പോയത് ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ ഇടാൻ വ്യാഴാഴ്ചയായി. ഞാൻ ഇന്നുമോൾ പോയതിൻ്റെ ആ ഒരു ഇടങ്ങരുത് ഇങ്ങോട്ട് മാറിയിട്ടില്ല. അവൾ പോയാൽ എൻ്റെ ഒരു 2 കൈ ഇല്ലാതായ പോലത്തെ അവസ്ഥയിലാണ്. അതാണ് വീഡിയോ ഇടാൻ ഇത്ര വൈകിയത് കേട്ടോ. അങ്ങനെ ഇനി അവൾ പോയിട്ട് വന്നാലുള്ളൂ ഇപ്പം എനിക്കൊരു സമാധാനം ഉണ്ടാവുക. സായിട്ടിയെ ചാടിക്കാൻ വരുന്നില്ലേ? ആവായോ? അതേ നല്ലവണ്ണം ദോശയും ചട്ടിയും ചമ്മന്തിയൊക്കെ കഴിച്ചോ. ഇനി എന്നാണ് അമ്മന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ പറ്റാതെ അറിയില്ല. ഇജ്ജിന്റെ മിസ് ചെയ്യൂടി, ഇജ്ജ് കണ്ടോ? നല്ല സന്തോഷത്തിൽ ഇരിക്കാൻ പറ. എനിക്ക് വീട് വീട്ട് നിൽക്കണത് തീരെ ഇഷ്ടമില്ല. അങ്ങനല്ല, വീട് വിട്ടിട്ട് 2-3 ദിവസമൊക്കെ ഓക്കെ, എൻജോയ്മെന്റ് പോണതൊക്കെ ഓക്കെ. പക്ഷെ കുറേ ദിവസം വീട് വിട്ടിക്കണ തീരെ ഇഷ്ടം. ഒന്നാമതൊക്കെ ഫുഡ് വേണം, രണ്ടാമതൊരിക്കലും ബെഡ് വേണം, മൂന്നാമതൊരിക്കലും കക്കൂസ് വേണം, ഫസ്റ്റ് എനിക്ക് ബാത്റൂം വേണം. ഞാൻ അവിടെ നിന്ന് പോയ ബാത്റൂം തന്നെ യൂസ് ആക്കുക. അങ്ങനെ പ്രത്യേകം ചെയ്യാം. അങ്ങനെ ഇനിയൊരു 10-13 ദിവസം എൻ്റെ മോള് നമ്മുടെ കൂടെ ചായ കുടിക്കാനുണ്ടാവില്ല. അപ്പം നമ്മൾ ഒരുമിച്ച് ഒന്ന് ചായ കുടിക്കാൻ പോവാണ്. ഞാൻ എൻ്റെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ മറ്റേ ഉണ്ണിയപ്പം പൂരമർത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കലും കൂടി അത് ഉണ്ടാക്കലും കൂടി നടക്കും തോന്നുന്നില്ല. മിക്കവാറും ഞാൻ എന്നെ കാണാൻ വരുമ്പോൾ ഇനി കൊടുത്തു തരാം, അതേ ഉണ്ടാവും തോന്നുന്നു. അല്ലാതെ ഉണ്ടാവും തോന്നുന്നില്ല. സമയം അല്ലാതെ നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കേണ്ടതായിരുന്നത് അത് നമുക്ക് ചിപ്സും ഉണ്ണിയപ്പം ഉണ്ടായി തരാനാണ് പറഞ്ഞത്. പക്ഷെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പഴം മേടിച്ചിട്ടില്ല, പച്ചക്കായ മേടിച്ചിട്ടില്ല, ഒന്നും രണ്ടും നോക്കില്ല, മറന്നുപോയി. ടൈമിങ് ആകെ തെറ്റിപ്പോയി, അതാണ് പ്രശ്നമായത്. പുറത്തുനിന്നുള്ള കുറെ സാധനം മേടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്നുള്ള ഒന്നും ഇല്ലാന്നുള്ളൂ. നമുക്ക് നോക്കാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. സായി കുട്ടിയെ 2 മണി ഫുഡ് കഴിക്കാൻ വാ. 3 മണിയായി ഞാൻ ഉണ്ടാകും. ഞാൻ 3 മണിക്ക് പോകും. പ്ലേറ്റ്
പ്ലേറ്റ് കൊണ്ടേക്കോ നിന്റെ പ്ലേറ്റ് ഞാൻ കാണത്തില്ല 10-12 ദിവസം. ഓൾക്കോളെ റൂമ്, ഓളെ ബെഡ്, ഓളെ കക്കൂസ്, ഓളെ പ്ലേറ്റ്, അല്ലാണ്ട് തള്ളിയാണെന്നല്ല ഓളെ വിഷയം. അതൊക്കെ പിന്നെ കൂടപ്പാപ്പാണല്ലോ, കൂടെ തന്നെ ഉണ്ട് പറഞ്ഞ മുതല്. അവൻ കുഴപ്പമില്ല. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്. ഷർട്ട് ഇടാത്തോനെ എടാ ചെങ്ങായി, ഒരു ഷർട്ട് ഇടാൻ എന്നോട് ഞാൻ എത്ര നേരമായി പറയുന്നേ. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് തിരിച്ചറിയണ ഷർട്ട് അത് നമ്മളങ്ങനെ എന്താ പറയാ പൂരമർത്തതൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എല്ലാം ഫ്ലോപ്പായി. ഇപ്പൊ തൽക്കാലം ഉണ്ണിയപ്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സമയം വൈകി, മൊത്തത്തിലാകെ ട്രബിളായി. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ഉണ്ണിയപ്പങ്ങളായിട്ടുണ്ട് ഒക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ പുരികൊന്ന് ശരിയായി കൊടുക്കാനുണ്ട്. എനിക്ക് നൂലിട്ട് വലിക്കണമെന്നാണ് ഇഷ്ടം, പക്ഷെ ഓൾക്ക് നൂലിട്ട് വലിക്കാൻ പേടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫേസ് റേസറാണ് യൂസ് ചെയ്തിട്ട് പുരികം ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പുരികം ത്രെഡ് ചെയ്യുമ്പോഴേ നമ്മൾ ഇവിടുത്തെ ഈ പുരികം ഉണ്ടല്ലോ, അതൊന്നും ഇങ്ങോട്ട് താഴ്ത്തി കൊടുക്കാം. ഇങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ആരോ കിട്ടും. എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്നുമോളെ പുരുക്കം ആദ്യം മുതലേ ഞാൻ തന്നെയാണ്. പിന്നെ ചില സമയത്തൊന്ന് പാർലറിൽ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. ചെരുപ്പ് അവിടെ അവിടെ തുള്ളിച്ചാടി വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ പോകേണ്ട ഒരുത്തിയാണ് ഇതേ ഈ ഇരിക്കുന്നത്. ഇതിന്റെ കോലം കണ്ടോ? കുളിച്ചുമില്ല, നനച്ചിട്ടുമില്ല. എനിക്ക് പറഞ്ഞ 5 മിനിറ്റ് അത് അങ്ങാടിപ്പുറം സ്റ്റേഷനിലേക്ക് കുറെ ഒന്നുമില്ല. 2 ബാഗാ. ആ ഇതന്നെ എന്നെ കാട്ടി കുറച്ചുകൂടി കൂടും. ആ നീല ബാഗ് കുറച്ചുകൂടി വെയിറ്റ് കൂടും. അത് എനിക്ക് ആ ബാഗ് ഒന്ന് പരിശോധിക്കാൻ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയണം. അതല്ലേ ഒന്ന് കുടഞ്ഞിട്ട് ഒന്നുകൂടെ ഇടണം. ഇസ്തിരിപ്പെട്ടി ലാസ്റ്റ് കിട്ടിയത്. അപ്പൊ ഇസ്തിരിപ്പെട്ടി മുകളിലും ബാക്കി സാധനങ്ങളും അതെന്താ നന്നായിട്ട് എന്റെ കുർത്തി ഒന്ന് കാര്യം ചെയ്യാലോ. അതല്ല ഒന്ന് നടുക്കിടണോ, അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി നമ്മൾ തന്നെ കേടുന്ന ഇട്ട് പോരാ. വന്ന് തറയിലിരുന്നിക്കണേ. ഞങ്ങള് തറവാടികളാണ്. സായിക്കുട്ടിയെ ഓക്കെ തറയിലിരിക്കല്ലേ. ഇന്നുമോൾ എറണാകുളത്തേക്കാണ് കേട്ടോ ഇന്റേൺഷിപ്പിന് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളും അവിടെ പോയ കാര്യങ്ങളും ഒക്കെ ഇന്നുമോളുടെ ചാനലിൽ കൂടി വിശേഷങ്ങളൊക്കെ അറിയിക്കും. ഇന്നുമോളുടെ ചാനൽ ഇനിയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇന്നുമോളുടെ ചാനൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിയപ്പം കഴിച്ചു നോക്കൂ. എടി കുറച്ച് ലൈറ്റ് ബ്രൗൺ ആയൊക്കെ കറുത്ത ഉണ്ണിയപ്പൊക്കെ എടുത്ത് കഴിക്കുന്നത് കരിഞ്ഞു വലിയതാ. കൊള്ളാവോ? എനിക്ക് ഇല്ലാത്തൊന്നും പറയണ്ട, അവൾ തന്നെ വന്നാൽ മതി. ആണോ പൊളപ്പൻ ഉണ്ണിയപ്പം? അതാണ് മുത്തേ, കൊള്ളാം. അങ്ങനെ നമുക്ക് നിൻഷയ്ക്ക് നമ്മൾ ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇച്ചിരി കരിഞ്ഞ ഉണ്ണിയപ്പൊക്കെ ഉണ്ടെങ്കിലും സാരല്ല. അല്ലെങ്കിൽ ഓൾക്ക് എന്താ ഇതിന്റെ റെസിപ്പിനെ കുറിച്ചിട്ട് അറിയാം. നിൻഷന്റെ വാട്ട് ഈസ് ഇൻ മൈ ബാഗാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കാലം ഇടക്കിടക്ക് ഓടിക്കും. അപ്പോഴാണുള്ള ഒരു ബാൻഡേജ് ആണിത്. ഓക്കെ അപ്പൊ അതിലിത് മാത്രമേ ഉള്ളൂ. ആളുകൾ വിചാരിക്കും ഇതിലാണ് നമ്മൾ പൈസ ഇട്ടേക്കാറ്. അപ്പൊ നമ്മൾ ബാഗിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതില് ഞാൻ പല്ലേക്കണ പ്രശ്നം അപ്പൊ അവര് മൂഞ്ചി പോകും. പക്ഷെ ഇതില് പൈസ ഉണ്ട് പക്ഷെ അവര് കാണൂലല്ലോ. പിന്നെ നമ്മള് ഈ സൈഡ് തറയില് അതവിടെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഉള്ളിൽ യൂണിഫോം ആയ ഡ്രസ്സസ്. ഈ ബാഗിൽ എന്താ? അതില് പിന്നെ ഫുഡ് ആർക്കും തരത്തില്ല. ഇത് നമ്മളെ അയൺ ബോക്സ്. ഇത് നമുക്ക് ഉള്ളിൽ ഇട്ട് വെക്കണം. ലൈറ്റ് വെയിറ്റ് സാധനമാണ്. തോർത്തും കൊണ്ടുണ്ട് ഗൈസ്. ചോക്കോപ്പൈല്. ഓക്കെ. അപ്പൊ തീറ്റസാധനം 2 ബാഗിലും ഉണ്ടാ? അല്ല ഇത് മാത്രമല്ല, അതിൽ സ്ഥലമില്ല. ഞാൻ ഓക്കെ. കവറുകളുടെ ഡ്രസ്സുകൾ ഇതിന്റെ ഇന്ന ഗാർമെന്റ്സ് ആയിരിക്കും. പിന്നെ അയ്യോ പറ്റേ
ഇത് നമ്മളെ യൂണിഫോമുകൾ മാത്രം. എനിക്ക് എത്ര കൂട്ടി യൂണിഫോം ഉണ്ട്? എനിക്ക് 2 ഷർട്ട് ഉണ്ട്. അത് മറ്റൊന്ന് ഇന്റർവ്യൂവിന് ഇടാൻ വേണ്ടിട്ട് അതും 2 ഷർട്ട് ഉണ്ട്, 2 പാന്റ് ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്, പിന്നെ 2 സോക്സ് ഉണ്ട്. 2 ജോഡിയല്ലേ? അല്ലേ? അല്ല, 2 ജോഡി. എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബാക്കപ്പ് പ്ലാൻ വേണ്ടി. ഇത് പിന്നെ നമ്മള് സ്കാർഫ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ യൂണിഫോം ഇവിടെ വെച്ചു. നമ്മൾ റൂമിലിടാൻ വേണ്ടിട്ട് ടീഷർട്ട് അങ്ങനത്തെ ചെറിയ ഡ്രസ്സുകൾ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഒരു ചെറിയ പാഡ് ഉണ്ട്, സാനിറ്ററി പാഡ്. പിന്നെ ഒരു പുതപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് എന്റെ ബാഗ് വലിയ കാണണ്ടാവും തോന്നിച്ചും. ഒന്നും പറ്റില്ല. അയൺ ബോക്സ് ആരുടെയാണ്? താഴത്തോ അയൺ ബോക്സ് കസിൻ്റെ കാരണം സബ്സ്ക്രൈബർ ആണ് അയൺ ബോക്സിന്റെ ഉടമസ്ഥ. ഭയങ്കര ശ്രദ്ധയാണ്. നിങ്ങളെ യൂട്യൂബ് ചാനൽ പറയാം. പൂവിത്താത്താലും കസിനാണ്, മാരേട്ടത്തിന്റെ കുട്ടി. എന്നോട് ആദ്യമായിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടും അന്ന് ഞാൻ ഷിമ്മിയൊന്നും വലിയ കമ്പനി ഇല്ല ഫസ്റ്റ് സമയത്തൊന്നും. അന്ന് എന്നോട് ചോദിച്ചു അന്റെ ക്ലാസ്സിലാണ് ഇന്നൂസ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് വരുന്ന സമയല്ലേ, ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് കുട്ടികളൊന്നും അറിയില്ല, ചിലപ്പോ ഇന്നൂസ് അറിയില്ല. ഞാൻ ഇന്നൂസ് അങ്ങനെ അവിടെ ക്ലാസ്സിലാരും പറയുന്നില്ല. ഇന്നൂസ് ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോ ഉണ്ടാവില്ല, ചിലപ്പോ വേറെ ഏതെങ്കിലും ക്ലാസ്സിലേക്കാരും പറഞ്ഞു. പിന്നെയാണ് പിന്നെ എപ്പോഴും ആരോ ടീച്ചേഴ്സ് ആരോ പറഞ്ഞു ഇവിടെ യൂട്യൂബർ ഉണ്ട് നമ്മളെ ക്ലാസ്സിൽ എന്നൊക്കെ പറഞ്ഞോളം ഇതാക്കിയപ്പോഴാണ് ഇവിടെ പറ്റിയാണോ ഞാൻ സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ അവളോട് ചോദിച്ചത്. അന്ന് ഞങ്ങൾ വലിയ കമ്പനി ഒന്നും ഇല്ല. ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ചോദിച്ചു എന്താ അതിന്റെ പേര് ഇന്നൂസ് ആണ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കസിൻ എന്നെ അറിയാം, എന്നോട് ചോദിച്ചു ഇന്നൂസിന്റെ ക്ലാസ്സിലാണ് ചോദിച്ചത്. അങ്ങനെയാണ് ഞാൻ ഇന്നൂസിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. വർത്താനം പറയാൻ പോയത് പറയുന്നോണ്ടും ഇതില്ല. ആദ്യമൊക്കെ ഞാൻ ഷിംനനെ കണ്ടപ്പോ ഇന്നൂസിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ചാടിയൊക്കെ വിചാരിച്ചു. ഭയങ്കര ചാടി. കാരണം ഞാൻ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാ. അപ്പൊ അതിന് മുമ്പിലൊക്കെ ഗ്യാങ് കഴിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊന്നും കൂട്ടലുണ്ടാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അവസാനം എങ്ങനെയോ 3rd ഇയർ ആയപ്പോ ഞങ്ങൾ നല്ല കമ്പനി. പിന്നെ ഇപ്പൊ ചാടയാണോ? ഇന്റെ കാട്ടി കൂതറ അപ്പൊ ഇത്രയുള്ള നമ്മളെ ബാഗില് ഞങ്ങൾ ഇതില് ഇതുണ്ടോ അൺബോക്സിംഗ്? ഈ ബാഗ് എന്തിനാ വെച്ചാല് നമ്മള് ഈ ക്ലാസ്സിന് അവിടെ എത്തിയിട്ട് നമ്മള് ക്ലാസ്സിന് പോകണല്ലോ. ഈ ബാഗ് ആയിട്ട് പോകാൻ പറ്റില്ല. ബുക്ക് ചിലപ്പോൾ തീരുമാനം, ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും തീരുമാനം. അപ്പൊ പിന്നെ അതിട്ട് കിടക്കാന് ഈ ബാഗ് ഹൈഡ് ആൻഡ് സീക്ക് അവരുടെ ബ്രെഡ് ഉണ്ട്. വരട്ടെ ചെറിയ ജാം ഉണ്ട്. ഇന്നുമോളുടെ കയ്യില് ന്യൂട്രീസ് ബ്രെഡ് ഉണ്ട്. അപ്പൊ അത് കോമ്പായിട്ട് തേക്കാം. യൂണിബിക്കിന്റെ ഈ ജാം ജുബിക്ക് പോയി തോന്നുന്നു. ഇല്ല നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. ഒരാവശ്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഈ ബാഗ് എടുത്തപ്പം കന ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു നോട്ട്ബുക്ക് എടുക്കാം. പിന്നെ ഈ സാധനങ്ങളൊക്കെ പടം വന്നപ്പോഴാണ് കന കുറച്ച് നോട്ട്ബുക്ക് എടുത്തൊക്കെ. പിന്നെ അതെ പിന്നെ ഞാനൊരു ചെറിയ കുട്ടി കലാകാരി ആയതുകൊണ്ട് ഡ്രോയിങ് പെൻസിലും റൂമിൽ ചിലപ്പോ ബോറടിച്ചിരിക്കുമ്പോ റൂമില് ബോറടിക്കാനൊക്കെ നേരം ചിത്രങ്ങൾ കാണിച്ചാ ഇത് നീ വരച്ചതാ? മാഷാഅല്ലാ ഇടിക്കാണല്ലോ, നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ കാർട്ടൂൺ ടൈപ്സ് ആണ് ഓരോ സൈറ്റുണ്ട് നല്ല ഭംഗി. ചെറിയ കുട്ടി കലാകാരിയാണ്. അപ്പൊ കുറച്ച് വെറുതെ ഇരിക്കുമ്പോ റൂമിലൊക്കെ വെറുതെ ഇരുന്ന തന്നെ ഞങ്ങള് അതെ അല്ല ഞങ്ങൾക്ക് കൂടെ ഞങ്ങൾ 3 ആളും കൂടെ ഉണ്ടാകുമ്പോ പിന്നെ വെറുതെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. പെന്നുണ്ട്, സ്കെയിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ അറിയില്ല. വലിയ അറിയില്ല. ഈ പെണ്ണ് പേന് സ്കെയിലൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ പിന്നെ ബുക്ക് എടുക്കുമ്പോ നമ്മൾ അതൊക്കെ എടുക്കണം. എന്റെ ആധാർ കാർഡ് ഫോട്ടോ ഞാൻ കാണിച്ചില്ല. നിൻഷൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നമ്മളെല്ലാവരും കണ്ടില്ലേ. ഇനി നമ്മൾ ഉണ്ണിയപ്പം പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരത്തെ എനിക്ക് നമ്മൾ പാളയംകുടം പഴം ഒക്കെ ചേർക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പം എൻ്റെ കയ്യിൽ പഴം ഉണ്ടായിരുന്നില്ല, പിന്നെ ചോറും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് എൻ്റെ നജിതാനോട് ഞാൻ ചോദിച്ചത് ഇപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവളാണ് ഒരു ട്രിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ റവ ഉണ്ടല്ലോ അത് കാച്ചി ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് മൈദയും ചേർത്താൽ മതി എന്ന്. അടിപൊളി ഉണ്ണിയപ്പായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു പിഞ്ചിൻ്റെ താഴെ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു റെസിപ്പി, കാരണം ഭയങ്കര തിരക്കായിരുന്നു.
നല്ല വെയിറ്റ് ഇല്ലുള്ള ബാഗ്. അതിന് ഞാൻ പറയണത് ഒരു നാട് വിട്ട് പോണ പോലത്തെ ബാഗാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാന്റിന്റെ വെയിറ്റ് കുറക്കില്ലല്ലോ. ഷിന്നന്റെ വാട്ട്സ് മൈ ബാഗ്. ഷിന്നന്റെ വാട്ടർ ബാഗ് ഇന്നലെ ഷിമ്മേ ആവോ എന്താണാവോ ഇന്നൂസ് എന്തിനാവോ അമ്മ അടിക്കാൻ പറ്റില്ല അറിയില്ലേ. നമ്മൾ ലാപ്ടോപ്പ് വെക്കേണ്ട സ്ഥലത്ത് വേറൊരു ഉപയോഗം കൂടി ഉണ്ട് ഗായ്സ്. അതിനുള്ളിൽ തന്നെയാണ് പാന്റ്. അടുത്ത് മാറ്റിക്കോ, 2 പാന്റ് എടുത്ത് മാറ്റിക്കോ. വലിയ 2 കനല്ല പാന്റാണേ. ഓക്കെ, നമ്മള് ഇന്നുമുൾക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കണ്ടേ. എന്നാ ഇന്നുമുൾക്ക് കുറെ സംഭവം ഉണ്ടാക്കുന്ന വെച്ചാൽ അത് നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ നേരം കിട്ടില്ല. അപ്പൊ മസാലയിൽ നല്ല പരസ്യം മറ്റേ മസാലയിൽ നല്ല മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഇനി 3:30 മണിക്ക് ട്രെയിനിൽ കയറി പോയി അവിടെ ഇനി 6-7 മണിക്കല്ലേ എത്തുള്ളൂ. 7 മണിയാവൂല്ലേ? 6 മണിക്കോ ആലുവയ്ക്കാ പോണത്. അപ്പൊ വിശക്കൂലേ? നമ്മൾ നല്ല മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മന്തി കഴിക്കുക, ചിക്കൻ മന്തി കഴിക്കുക, ഇറങ്ങി ഓടുക. കാരണം സമയം നല്ല വൈകിക്കണം. എനിക്ക് കുറച്ച് മതി. അഞ്ഞോട്ട് സമയമില്ല. സായിക്കുട്ടി ഫുഡ് ചെയ്യുന്നുണ്ടപ്പോ അന്ന് പോരെ. അപ്പൊ ഞങ്ങൾക്ക് 3 മന്തി തരും. അതേ സമയം 3:45 നിങ്ങൾക്ക് ട്രെയിന്. വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വേഗം കഴിച്ച് നീറ്റ് പണ്ടാ നോക്കി വേഗം ആയിക്കോട്ടെ. അങ്ങനെ ഇന്നുമോൾ ഓട്ടോ വരാൻ വേണ്ടി കാത്തിക്കാണ്. ഇനി ഓട്ടോ വന്ന ഏത് നിമിഷം ആണെങ്കിലും ഇന്നുമോളും നമ്മുടെ നിൽഷയും യാത്ര പുറപ്പെടുന്നതാണ്. അതെ, രണ്ടാൾക്ക് ഒരേപോലത്തെ 2 ബാഗും ഉണ്ട്. ഇതൊക്കെ താങ്ങാൻ ആരെങ്കിലും ഉണ്ടോടേ? ഓക്കെ, എന്താ ചേച്ചി പറയുന്നത് കുറിച്ച് എൻ്റെ അഭിപ്രായം? സന്തോഷം കൊണ്ടൊക്കെ നിൽക്കാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ ഞാൻ ഏണ്ട ഇറങ്ങിക്കോ. താത്തക്ക് ബാഗ് കൊണ്ടുവച്ചോളൂ. ബിസ്മി എന്നിട്ടാണ് ഇറങ്ങിക്കോളേ. സത്യം. ഇനി ഇവർ 2 പേരും ഇവിടെ നിന്നിട്ട് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടുന്ന് ഒരു 3:45 ട്രെയിൻ കേട്ടോ. ഇവർ 2 പേരും മാത്രമല്ലാണ്ട് ഇവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മൊത്തം 6 പെൺകുട്ടികളും 5 ആൺകുട്ടികളും ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻസ് ഒന്നുമില്ല. അവർ സേഫായിട്ട് അവിടെ എത്തിക്കോളും. പിന്നെ എറണാകുളത്ത് അവിടെ റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പെർ ഹെഡ് 450 രൂപയാണ് അത്രേ. AC വിത്ത് വൈഫൈ ഒക്കെ ഉള്ള റൂമാണ്. അപ്പോൾ അതും ടെൻഷൻ ഫ്രീ ആണ്. പിന്നെ ഇത്രയും കുട്ടികളുള്ളതല്ലേ, പിന്നെ സ്വന്തമായിട്ട് പോകാനും അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു പവറും കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. എപ്പോഴും നമ്മൾ പാരൻസ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുക എന്നറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ ഇന്നുമോൾ ഓട്ടോ കയറി പോയിട്ടുണ്ട്. ഇനി ഞാനും എൻ്റെ സായിക്കുട്ടിയും ഇവിടെ സർവൈവ് ചെയ്യുന്ന വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ വരാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ.